വെള്ളപ്പൊക്കത്തിനിടെ തമിഴ്നാട്ടിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ 3 മരണം. ചെന്നൈ വേളാച്ചേരി മെയിൻ റോഡിൽ ഗ്രീൻ ടെക് സ്ട്രക്ചറൽ എന്ന കെട്ടിടമാണ് തകർന്നത്. കെട്ടിടത്തിനുള്ളിൽ 3 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. NLC കമ്പനിയുടെ സഹായത്തോടു കൂടി മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാനും ആരംഭിച്ചിട്ടുണ്ട്. മിഷോൺ ചുഴലിക്കാറ്റിനെ തുടർന്ന് 2 ദിവസമായി പെയ്ത മഴയിൽ കനത്ത നാശമാണ് ചെന്നൈയിലും സമീപ പ്രദേശത്തും റിപ്പോർട്ട് ചെയ്തത്. മഴയിലും കാറ്റിലും വിവിധ അപകടങ്ങളിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 12ആയി. ഏകദേശം 11 പേർക്കോളം പരിക്കുമേറ്റു. ചെന്നൈയുടെ പല ഭാഗങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് വരുന്നതേയുള്ളൂ. പൊതുഗതാഗതം സാധാരണ നിലയിലായിട്ടില്ല. കുടിവെള്ളം ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾക്കും കടുത്ത ക്ഷാമം നേരിടുകയാണ്. 61,600ഓളം പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9 ജില്ലകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. ചെന്നൈയിലും 3 സമീപ ജില്ലകളിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി അയൽ ജില്ലകളിൽ നിന്നും കൂടുതൽ ആളുകളെ വിന്യസിച്ചതായും സർക്കാർ അറിയിച്ചു. 11 ലക്ഷത്തിലധികം ഭക്ഷണ പാക്കറ്റുകൾ 1 ലക്ഷത്തിലധികം പാൽ പാക്കറ്റുകളും വിതരണം ചെയ്തു. ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിൽ ബസ് സർവീസുകൾ പുനരാരംഭിച്ചതായും ചീഫ് സെക്രട്ടറി അറിയിച്ചു. ചെന്നൈ മെട്രോ സാധാരണ സർവീസുകളും പുനരാരംഭിച്ചെന്നും സർക്കാർ വ്യക്തമാക്കി. അതേസമയം ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളിൽ കേന്ദ്രത്തോട് ധനസഹായം ആവശ്യപ്പെടണമെന്ന് മുഖ്യമന്ത്രി NK സ്റ്റാലിൻ രംഗത്തെത്തി. 5060 കോടിയുടെ ഇടക്കാല ആശ്വാസം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ നിയോഗിക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. നാശനഷ്ടം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച ഉടൻ തന്നെ കേന്ദ്രത്തിന് കൈമാറുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം മിഷോൺ ചുഴലിക്കാറ്റ് ആന്ധ്ര തീരം തൊട്ടതോടുകൂടി ചെന്നൈയിൽ തുടർച്ചയായിട്ടുള്ള പെയ്ത മഴ നിലച്ചു. എങ്കിലും വെള്ളക്കെട്ട് തുടരുകയാണ്. കടുത്ത ദുരിതമാണ് പല കുടുംബങ്ങളും അനുഭവിക്കുന്നത്. അതിനിടെ 24 മണിക്കൂറിൽ ആന്ധ്രയിൽ ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് അറിയിച്ചിട്ടുണ്ട്. 8 ജില്ലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. 140 ട്രെയിനുകളും 40 വിമാനങ്ങളും റദ്ദാക്കി.